കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിന്റെ ഉള്ളിലുള്ളത് അമ്മ മനസ്സിലാക്കിയെങ്കിലോ? അത് മനസ്സിലാക്കാൻ ഏത് പെണ്ണിനും കഴിയും. അതിനൊരു തടയിടണമെന്ന് കരുതി അവള് തന്നെയാണെങ്കിലോ അവൻ എന്റെ അടുത്തേക്ക് അയച്ചത്? എന്താ അങ്ങനെ ചിന്തിച്ചൂടെ? അവന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അല്ലെങ്കിൽ അവൻ അത്രയ്ക്ക് ഉറപ്പിച്ച് പറയൂ സച്ചിക്ക് ഈ കാര്യത്തിലെ നിരാശനാവേണ്ടി വരുമെന്ന്? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക, നീ അവനെ ന്യായീകരിക്കാനാണ് വന്നത്? എടാ സച്ചി, നീ എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ എന്തിനാ അവനെ ന്യായീകരിക്കണം? നിനക്ക് എന്റെ കാര്യത്തിൽ ആത്മാർത്ഥത ഇല്ലെന്ന് എനിക്ക് മനസ്സിലായടാ. ഉണ്ടായിരുന്നെങ്കിൽ അപ്പ തന്നെ രാജുവിന് കൊടുക്കേണ്ട മറുപടി നീ കൊടുത്തു വിടുമായിരുന്നു. അതിനു പകരം നീ എന്നോട് വന്ന് അവനെ ന്യായീകരിച്ച് പറയുന്നു. ആരടാ ഈ രാജു? എന്നെ വിലക്കാനും നിന്നെ ഉപദേശിക്കാനും അവൻ എന്ത് യോഗ്യതയാടാ ഉള്ളത്? അവൻ പെങ്ങളെന്ന് പറഞ്ഞ അമ്മു അവന്റെ പെങ്ങളാവോ? ചേടാ, നീ എന്തിനാടാ ചൂടാവുന്ന? എടാ, അമ്മു എന്നെ പറ്റി ഒരു മോശം വാക്കും അവനോട് പറഞ്ഞിട്ടില്ല. അവളത് പറയുകയില്ല. അതിനൊരു അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് നീ ഊഹിച്ചു പറയാ അവള് പറഞ്ഞിട്ടാ രാജു വന്നേന്ന്. സഞ്ജു, ഞാനൊരു മണ്ടനാണെന്ന ധാരണ നിനക്ക് വേണ്ട. ഇപ്പൊ കുറ്റം എനിക്കായോ? എടാ, കൂടെ നിൽക്കാന്ന് വാക്ക് തന്നിട്ട് പിന്നോട്ട് വലിക്കുന്ന മനോഭാവം അത്ര നല്ലതല്ല. അതൊരു ബെസ്റ്റ് ഫ്രണ്ടിന് ചേർന്നതല്ല. ഞാൻ എനിക്കിഷ്ടപ്പെട്ടൊരു ജീവിതം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. അതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. ഇനിയെങ്കിലും നീ അതൊന്ന് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞതിൽ വിശ്വാസമില്ലെങ്കിൽ നീ അമ്മുനെ വിളിച്ചെന്ന് ചോദിക്ക്. സച്ചിയെ കൊണ്ട് അവക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടോ എന്ന്. അല്ലെങ്കിൽ സ്വാതിയെ കൊണ്ട് ചോദിച്ചു നോക്ക്. അമ്മു അങ്ങനെ പറഞ്ഞ എല്ലാം അവസാനിപ്പിച്ച് ഞാൻ പൊയ്ക്കോളാം. സോറിടാ, നിനക്ക് ഇത്രയ്ക്ക് ഹേർട്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. നിന്റെ ഈ സോറിയിൽ പോലും ആത്മാർത്ഥത ഇല്ലെന്ന് എനിക്കറിയാം. എന്റെ മനസ്സറിഞ്ഞിട്ടും അവസരം കിട്ടുമ്പോ നീ പിന്നോട്ട് വലിക്കുന്ന എന്തിനാണെന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ശാസ്ത്രികൾ പറഞ്ഞത് അച്ചട്ട് പോലെ പൊതുവോളം പറഞ്ഞത്. സഞ്ജുവിന്റെ ഒരു താലികെട്ട് കഴിഞ്ഞ നിലയ്ക്ക് വീണ്ടും അത് പാടില്ലെന്ന്. തമാശയ്ക്കാണോ കാര്യമായിട്ടാണോ എന്നറിയില്ല. സഞ്ജുവും ശ്രീകുട്ടിയും വിവാഹിതരായിട്ടുണ്ട്. ചേച്ചി ഇതുവരെ കിടന്നില്ലേ? നിന്നോട് ഞാനൊരു തെറ്റ് ചെയ്തമ്മു. നിനക്ക് തന്നുറപ്പ് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. സോറി. എന്ത് ചേച്ചി? നിന്റെ കല്യാണക്കാര്യം തന്നെ. ചേച്ചി ഇത് ആരോടേലും പറഞ്ഞോ? പറഞ്ഞു. ആരോടാ ചേച്ചി പറഞ്ഞത്? നീ പേടിക്കൊന്നും വേണ്ട, അതൊരിക്കലും പുറത്തു പോയില്ല. സഞ്ജുവിനോടാ ഞാൻ പറഞ്ഞത്. ഈശ്വര, ആരിൽ നിന്നാണ് ഞാനത് മറച്ചു വെക്കാൻ ശ്രമിച്ചത്? ആ ആളിന്റെ കാതിൽ തന്നെ എത്തി. നല്ല ഉദ്ദേശം വെച്ച് തന്നെയാ ഞാൻ സഞ്ജുവിനോട് അതൊക്കെ പറഞ്ഞത്. നിന്റെ മനോഭാവം എന്ത് തന്നെ ആയാലും നീ എന്റെ അനിയത്തിയായ നിലയ്ക്ക് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അല്ലെങ്കിൽ അമ്മു എന്നെ തള്ളി പറയണം. ചേച്ചി പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? ഷോക്കായോ? എന്നെ പറ്റി ചേച്ചിയോട് കൂടുതൽ എന്തെങ്കിലും അന്വേഷിച്ചോ? അമ്മു, നീ ടെൻഷൻ ആവാതിരിക്കേ. ഒരു കഥ കേൾക്കുന്ന കൗതുകത്തിൽ സഞ്ജു അത് കേട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിലൊരു തർക്കവും ഉണ്ടായി. തർക്കോ? എന്തിനാ ചേച്ചി? സഞ്ജു നിന്നെ രക്ഷപ്പെടുത്തിയ ആളെ ന്യായീകരിക്കാനാ ശ്രമിച്ചത്. അത് എനിക്കൊരിക്കലും ഇഷ്ടപ്പെടില്ല എന്ന് നിനക്കറിയില്ലേ? ഞാനും വിട്ടുകൊടുത്തില്ല. അയാൾ ചെയ്തത് ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന മട്ടിൽ പറഞ്ഞാൽ കേട്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അയാളെ കുറ്റപ്പെടുത്തിയാ സംസാരിച്ചത്. അത് ഒരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാ ചേച്ചി. ചേച്ചിയുടെ ആള് പറഞ്ഞതാ ശരി. നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. സഞ്ജുവിനോട് ഞാനിത് പറഞ്ഞത് എനിക്കൊരു സഹായത്തിന് വേണ്ടിയാ. എനിക്ക് അയാളെ കണ്ടെത്തിയേ തീരൂ. സഞ്ജു കൂടെ നിൽക്കാന്ന് സമ്മതിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഒന്നും അറിയാത്തതുപോലെ ചേച്ചിയുടെ മുന്നിൽ അഭിനയിക്കുന്നതാണോ?
നീ പറയാതെ തന്നെ അയാളെ ഞങ്ങൾ കണ്ടെത്തും. നിനക്ക് ഡിവോഴ്സും വാങ്ങിത്തരും. ഞാനത് ചെയ്യൂ അമ്മു. ചേച്ചി എന്നെ വിഷമിപ്പിക്കുകയാണോ? അതെ, നീ കുറച്ച് വേദനിച്ചോ. കാലിലൊരു മുള്ളു തറച്ചാൽ പുറത്തെടുക്കുമ്പോ വേദനിക്കില്ലേ? എന്റെ അനിയത്തിക്ക് ഞാൻ ജീവിക്കുന്ന പോലൊരു ജീവിതം ഉണ്ടാവാൻ ഈ ചേച്ചി നോവിച്ചുകൊണ്ടേയിരിക്കും. നിനക്കൊരാളെ കണ്ടുവച്ചിട്ട് തന്നെയാ എന്റെ ശ്രമം. ആ, എന്നാ നീ വെച്ചോ. അഞ്ജലി കുറെ നേരമായി കിടന്ന് വിളിക്കുന്നു. ശരി ചേച്ചി. മുത്തശ്ശനെ കാണാൻ ഞാൻ നാളെ രാവിലെ വരുന്നുണ്ട്. ഗുഡ് നൈറ്റ് അമ്മു. ഗുഡ് നൈറ്റ് ചേച്ചി. അദ്ദേഹനെ തിരിച്ചറിഞ്ഞ് കാണില്ലേ ദേവി? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച പോലൊരു കഥ ചേച്ചി പറഞ്ഞ എന്നെ ഒന്ന് കാണാനെങ്കിലും അദ്ദേഹം ശ്രമിക്കല്ലേ? പക്ഷെ ഇതുവരെ അതുണ്ടായില്ല. എന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്ന സാഹചര്യം അദ്ദേഹം രാജുവേട്ടനോട് പറഞ്ഞിട്ടുമുണ്ട്. അത് വെച്ച് അമ്മ ആരാണെന്ന് രാജുവേട്ടനോടെങ്കിലും ചോദിക്കില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദേവി. നാളെയാണ് അവസാന ലക്ഷ്മി പൂജ. നാളെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലൊരു തോന്നൽ. അതെനിക്ക് ദോഷമായി തീരുന്നെന്റെ മനസ്സ് പറയുന്നല്ലോ. നാളത്തെ പൂജ കൂടി പൂർത്തിയാക്കാൻ ദേവി എന്നെ അനുവദിക്കണേ. രാജു, എന്നെ ഇവിടെ കൊണ്ടിരുത്തിട്ട് അവൻ എങ്ങോട്ട് പോയി? എടാ രാജു, എണീക്കാനും പറ്റുന്നില്ലല്ലോ. മുത്തശ്ശൻ വിളിച്ചോ? രാജു എവിടെ മോളെ? രാജുയുടെ മാർക്കറ്റിൽ പോയി. എന്നാ അവൻ എന്നെ മുറിയെ കൊണ്ടിരുത്തിട്ട് പോയാ പോരായിരുന്നോ? മുത്തശ്ശന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? രാജുവേട്ടൻ പറഞ്ഞിരുന്നു. വീണ് കഴിഞ്ഞ ദിവസങ്ങൾ കഴിയുമ്പോഴല്ലേ മോളെ ഏത് ഭാഗത്തൊക്കെയാ വേദനയുണ്ടെന്നറിയുന്നത്. അല്ല, ഇപ്പോഴേ വേദന കാൽപാദത്തിലുണ്ട്. കാല് മടങ്ങിയാവും വീണത്. അന്നേരം ഒന്നും അറിഞ്ഞില്ല. തൈലോട്ട് 2 തവണ തിരുമിയ മാറാവുന്നതേ ഉള്ളൂ. തൈലുണ്ടോ മുത്തശ്ശ? മുറിയിൽ ടീപ്പോയിലിരിപ്പുണ്ട്. രാജുവിനെ കൊണ്ട് ഞാൻ തിരുമിച്ചത്. മുത്തശ്ശനിരിക്കെ, ഞാനിപ്പോ എടുത്തോണ്ട് വരാം. എന്നോട് പറഞ്ഞ പോരായിരുന്നോ മുത്തശ്ശ? വീട്ടിലായിരുന്നപ്പോ എന്റെ മുത്തശ്ശിക്ക് തൈലവും കുഴമ്പവും തിരുമ്മി പിടിപ്പിക്കുന്നത് ഞാനാ. ഞാൻ ചെയ്താലേ മുത്തശ്ശിക്ക് തൃപ്തി വരൂ. മോൾക്ക് ഇവിടെ 100 കൂട്ടം പണികളില്ലേ? വേദന വരുന്നുണ്ടോ? ആഹാ, കുറേശ്ശെ. നീര് പിടിച്ച് കിടക്കുന്നതാ മുത്തശ്ശ. ഇത്തിരി വേദനയൊക്കെ സഹിച്ചേ പറ്റൂ. ഈ മുത്തശ്ശന്റെ ഒരു കാര്യം കൊച്ചുകുട്ടികളെ പോലെയാ. അത് മോക്കറിയില്ലേ? വയസ്സായി വരുമ്പോ കുട്ടികളെ പോലെ ആവും. കുട്ടികൾക്ക് ചോക്ലേറ്റ് കഴിക്കാം, മുത്തശ്ശൻ കുട്ടിക്ക് അത് പറ്റുമോ? ഞാനൊരു രഹസ്യം പറയട്ടെ? മുത്തശ്ശൻ പറഞ്ഞു. ഞാനാരോടും പറയില്ല. വസുമതിയുടെ കണ്ണ് വെട്ടിച്ച് കൊതി തോന്നുമ്പോ ഞാൻ ചോക്ലേറ്റ് തിന്നും. മുത്തശ്ശ, അവള് ലക്ഷ്മിയാടാ. നീ എന്താ പറഞ്ഞ? ഞാൻ അമ്മൂനെ സാക്ഷാൽ ലക്ഷ്മിയായിട്ടാ കാണുന്നേ. അവളുള്ളിടത്ത് ഐശ്വര്യം വരും. ഇനി മുത്തശ്ശൻ അല്പം ഒന്ന് നടന്നു നോക്കേ. അത് വേണോ മോളെ? വേണം. എണീറ്റേ. മോൾ ഇതൊക്കെ ഒന്ന് അഴിച്ചതാ. 2 ദിവസം കഴിഞ്ഞ് അഴിക്കാവുന്ന ഡോക്ടർ പറഞ്ഞതല്ലേ? ഞാനേ ദിവസം എന്നെ വെച്ചിട്ടുണ്ട്. മുത്തശ്ശന് എത്ര ഷാഠ്യം പിടിച്ചാലും നാളെ അഴിക്കും. എനിക്ക് നേരാൻ വണ്ണം എന്തെങ്കിലും കഴിക്കണ്ടേ മോളെ? ഞാൻ കോരി തരുന്നതേ അങ്ങ് കഴിച്ചോണ്ടാ മതി. മടിച്ചിരിക്കാതെ മുത്തശ്ശൻ കുട്ടി ഒന്ന് എണീറ്റേ. വാ. വാ. ഞാൻ പിടിച്ചിട്ടില്ലേ? പതുക്കെ നടന്നേ. ആ, അങ്ങനെ കാൽ വെച്ചു. മുത്തശ്ശൻ പറഞ്ഞത് ശരിയാ. മുത്തശ്ശനിപ്പോ പിച്ച വെച്ച് നടന്നു തുടങ്ങിയൊരു കുട്ടിയാ. ആ, അങ്ങോട്ട് വാ.
മുത്തശ്ശൻ നടക്കുന്നുണ്ടല്ലോ. ഇവളെന്ത് മന്ത്രവിദ്യ കാണിച്ചത്? എന്തേ മടിയായോ? ആ, മുറിയിലേക്ക് പോവാം മോളെ. മുത്തശ്ശന് എന്താ പറ്റിയേ? നീ എന്റെ കൊച്ചുമോളായിട്ട് ജനിക്കേണ്ടതായിരുന്നു. അങ്ങനെ ആശിച്ചു പോവുക. അതിനൊരു ഭാഗ്യം മുത്തച്ഛനില്ലാതെ പോയി. പ്രഭേ, എനിക്കോ ശ്രീകുട്ടിക്കോ വേണ്ടി പ്രഭ തീരുമാനം മാറ്റണ്ട. നാളെ വലിയൊരു സ്വപ്നം തകർന്നു പോയതിന്റെ നിരാശ പ്രഭയ്ക്കുണ്ടാവാൻ പാടില്ല. ഞാൻ ആ ഓഫർ വേണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ആ നിലയ്ക്ക് അതിൽ പിടിച്ചൊരു സംസാരം കാഞ്ചന ഒഴിവാക്കണം. ശ്രീകുട്ടി വരുന്നുണ്ട്, അവളിതൊന്നും അറിയണ്ട. രണ്ടുപേരും കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മൂഡിലല്ല. കാര്യം ചോദിച്ചിട്ടാരും പറയുന്നുമില്ല. അതൊക്കെ നിന്റെ തോന്നലാ മോളെ. ഞങ്ങൾക്കെന്തു പ്രശ്നം? ഓ പിന്നെ, ഞാൻ കാഞ്ചനയും പ്രഭാചന്ദ്രനെയും ഇന്നോ ഇന്നലെയോ കാണുന്നതല്ലോ. നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട്. നിന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിലോ നീ നിന്റെ കാര്യം നോക്കി ശ്രീകുട്ടി. അച്ഛനെങ്കിലും എന്നോടൊന്നു പറ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ പോവില്ലേ അച്ഛാ? നിങ്ങൾ രണ്ടുപേരും മുഖം വീർപ്പിച്ച് നടക്കുന്ന കാണുമ്പോ വിഷമോ? അത് മറ്റൊന്നും കൊണ്ടല്ല മോളെ. ചെറിയൊരു തർക്കം ഞങ്ങൾ തമ്മിലുണ്ടായി. വിവാഹ ഡ്രസ്സും ഓർണമെന്റ്സും എടുക്കുന്ന കാര്യം സംസാരിച്ചപ്പോ കവിതയും കാവേരിയും കൂടെ കൂട്ടിയാൽ മതിയെന്ന പിടിവാശിയാ നിന്റെ അമ്മയ്ക്ക്. ശ്രീദേവിയെ കൂടി ക്ഷണിക്കാൻ പറഞ്ഞപ്പോ കാഞ്ചന അതിന് തയ്യാറല്ല. ഇതാണോ വിഷയം? ശ്രീദേവിക്ക് കല്യാണം നടന്നു കാണാൻ പോലും ആഗ്രഹമില്ല. പിന്നെന്തിനാ അവളെ കൊണ്ടുപോകണം? എനിക്ക് എന്റെ കൂടപ്പറപ്പുകൾ മതി. അവര് സഞ്ജുവിന്റെ അമ്മയല്ലേ? ശ്രീദേവി ആരാണെന്ന് നിനക്കറിയില്ല ശ്രീകുട്ടി. അവരാരായാലും എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളുടെ അമ്മയാ. അവരെന്നോട് കാണിച്ച സ്നേഹത്തിന് ഒരു കളങ്കവുമില്ല. അമ്മയുടെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വെറുപ്പ് തുടച്ചു മാറ്റാൻ പറ്റാത്തതാണെന്നൊക്കെ എനിക്കറിയാം. ഇനി ഞാൻ ജീവിക്കേണ്ടത് ആ അമ്മയ്ക്കൊപ്പമാണ്. അവിടെ വിഷം കലർത്താൻ ഈ അമ്മയെന്നല്ല ആര് വന്നാലും എന്നെ കൂട്ടിന് കിട്ടില്ല. സഞ്ജുവിന്റെ അമ്മയെ ഞാൻ വിളിക്കാച്ചാ. അത് സഞ്ജുവിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. മോള് തന്നെ ശ്രീദേവിയെ വിളിക്കും. പക്ഷേ ശ്രീദേവി വരാൻ തയ്യാറാവില്ല. നീ ക്ഷണിക്കടി. അവന്റെ സന്തോഷമല്ലേ നിനക്ക് വലുത്. അങ്ങനെയല്ലേ അമ്മയെ വേണ്ടത്? ഞാനോ അവളോ രണ്ടിലൊരാളെ ഉണ്ടാവൂ. അത് നീ ഓർത്തു വെച്ചോ. കല്യാണം നടന്നു കാണാനാണ് കാഞ്ചന ആഗ്രഹിക്കുന്നെങ്കിൽ പിടിവാശി ഒഴിവാക്കിയേ തീരൂ. ഇപ്പം മകൾ അത് അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞു. പ്രഭ അവസരം നോക്കി തിരിച്ചടിക്കല്ലേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ അത് ശീലിച്ചിട്ടില്ല. സത്യം പറയുമ്പോ മുഖം ചൊളിച്ചിട്ട് കാര്യമില്ല. കല്യാണം കഴിയുന്നത് വരെ കാഞ്ചന ശ്രീദേവിയോട് എന്ത് അനിഷ്ടം കാണിച്ചാലും അത് നമുക്ക് തന്നെ തിരിച്ചടിയാകും. സ്നേഹിച്ച പെണ്ണിനെ മറന്നുകൊണ്ട് സഞ്ജു ഈ വീട്ടിലേക്ക് അവന്റെ അമ്മയുമായി വന്നത് ഒരു പാഠമായി കരുതണം. കാഞ്ചന ഇനിയും ഇത് തുടർന്നാൽ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയമായി ഇത് തീരും. അത് വേണമോ എന്ന് തനിക്ക് തീരുമാനിക്കാം. എന്നെ ഒറ്റപ്പെടുത്താമെന്ന് ആരും കരുതണ്ട. ഏതോ അനാഥാലയത്തിൽ നിന്ന് എന്റെ കുടുംബത്തിൽ കടന്നു കയറിയവളെ വച്ചു വാഴിക്കില്ല ഞാൻ. കാഞ്ചന എവിടെയൊക്കെ താഴ്ന്നു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ 10 അടി ഉയരാൻ വേണ്ടിയാ. അമ്മയ്ക്ക് സങ്കടം വന്നാ മോന് നോവെന്ന് എനിക്കറിയാം.
ആ നീറ്റലൊന്ന് കാണാൻ വേണ്ടിയാ ഞാനും കാത്തിരുന്നത്. അതിനു മുൻപേ അവൻ എന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടണം. എന്നാ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കുടുംബങ്ങൾ തമ്മിൽ ശത്രുതയിലാവരുത്. കുട്ടികൾ സന്തോഷത്തോടെ ജീവിക്കണം. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോ മംഗലശ്ശേരിയിലെ ആരെങ്കിലും മനസ്സിൽ കണ്ടിരുന്നോ? എന്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നോ? ഇല്ലല്ലോ. എല്ലാം നിങ്ങളോട് പറഞ്ഞവളാ ഞാൻ. നിങ്ങൾ അന്നത് ഉൾക്കൊള്ളുകയും ചെയ്തു. ഇനി ഒരു ഇളക്കം വേണ്ട പ്രഭേ. നിങ്ങൾക്ക് കിട്ടിയ അവസരത്തിന്റെ വില അറിയുന്നവളാ ഞാൻ. ആ ഭാഗ്യം എന്റേതു കൂടിയായിരുന്നു. എന്നിട്ടും ഈ വിവാഹം നടക്കണമെന്ന് ഞാൻ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു സൗഭാഗ്യം കൊണ്ടും മറച്ചു കളയാൻ കഴിയാത്ത പകയുടെ തീ എന്റെ മനസ്സിൽ ആളി കത്തുന്നതുകൊണ്ടാ. ഞാൻ മനസ്സിൽ എന്തു കുറിച്ചോ അത് സാധിക്കുക തന്നെ ചെയ്യും. ഇനി പ്രഭയായിട്ടത് തടയാൻ വരരുത്. ദേവി, എന്റെ ആഗ്രഹം സാധിച്ചു തരണേ. കാവേരി ചേച്ചിക്ക് ഒരു കുഞ്ഞിന്റെ അമ്മയാവാനുള്ള ഭാഗ്യം നൽകണേ ദേവി. അമ്മയ്ക്ക് മുന്നിലുള്ള ഇന്നത്തെ എന്റെ പ്രാർത്ഥന ഇത് മാത്രം. എന്താ അമ്മ ചെയ്യണ്ടേ? കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഇവിടെ തൊട്ടില് കെട്ടി പ്രാർത്ഥിക്കാം. അത്ഭുതം തന്നെ. എനിക്കതറിയില്ലായിരുന്നു. അമ്മ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി? അദ്ദേഹത്തിന് പ്രാണഭീതി ഉണ്ടെന്നറിഞ്ഞപ്പോ ഞാനിവിടെ പൂജയ്ക്ക് വന്നിരുന്നു. 5 സുമംഗലികളെ കൊണ്ട് സിന്ദൂരം തൊടുന്ന ചടങ്ങായിരുന്നു. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു. ഞങ്ങളറിയാതെ അവനു വേണ്ടി അമ്മ എന്തൊക്കെ ചെയ്യുന്നു. അദ്ദേഹം എന്നെ രക്ഷിച്ച ആളല്ലേ. അദ്ദേഹത്തിന് വേണ്ടി ഞാനും കഴിയുന്നതൊക്കെ ചെയ്യണ്ടേ? എങ്കിലും ആരും അറിയാതെ. അതാ എന്റെ വേദന. ആരും അറിയാതെയല്ലേ അദ്ദേഹം എന്നെ രക്ഷിച്ചത്. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും അത് മറ്റാരും അറിയാതിരിക്കുന്നതാ നല്ലത്. അത് ദൈവം മാത്രം അറിഞ്ഞാലല്ലേ ദൈവത്തിന് നമ്മളോട് ഇഷ്ടമുണ്ടാവുള്ളൂ. നിന്റെ ഓരോ വിശ്വാസങ്ങള് മുത്തശ്ശിയുടെ പാഠമാവും അല്ലേ? പിന്നല്ലാതെ. നിന്റെ മുത്തശ്ശിയുടെ ഫോട്ടോ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. തറവാട്ടിലുണ്ട്. നീ നോക്കിക്കോ, എന്തെങ്കിലും ഒരിക്കൽ ഞാൻ നിന്റെ നാട്ടിലും തറവാട്ടിലും ഒക്കെ വരും. അത് നടക്കില്ലേ കാവേരി ചേച്ചി? നടക്കും. ശ്രീകോവിന്റെ മുന്നിൽ വെച്ചല്ലേ പറയുന്നേ. വാ, നമുക്ക് തൊട്ടില് വാങ്ങാം. ആ, ദേ ഈ മരത്തിലാ കെട്ടണ്ടേ. ചേച്ചി ഇവിടെ കെട്ടിക്കോ. അമ്മു. ആ സിസ്റ്ററെ, അതിശയായിരിക്കുന്നല്ലോ. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അമ്മൂനൊന്ന് വിളിക്കാനിരുന്നതാ. ഇപ്പതേ എന്റെ മുമ്പില്. ജോലി വല്ലത് ശരിയായോ സിസ്റ്റർ? അമ്മു ആഗ്രഹിച്ച പോലെ കുറച്ച് ദൂരെ ഒരു കമ്പനിയില് ജോലിക്കാരെ എടുക്കുന്നുണ്ട്. പക്ഷേ ലേബേഴ്സ് ആയിട്ടാ. പുതിയ സ്ഥാപനമാണ്. ശമ്പളം പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ലെന്നാ ഹസ്ബൻഡ് പറഞ്ഞത്. അവർ അക്കോമഡേഷൻ തരും. ഭക്ഷണം അമ്മ വെച്ച് കഴിക്കണം. എനിക്ക് ശമ്പളമൊന്നും പ്രശ്നമല്ല സിസ്റ്റർ. ജീവിച്ചു പോകാൻ കഴിഞ്ഞാൽ മതി. താമസ സൗകര്യം കിട്ടുമല്ലോ, അത് തന്നെ മഹാഭാഗ്യം. അമ്മ കുറച്ചു ദിവസം അവിടെ വർക്ക് ചെയ്ത് നോക്ക്. തൽക്കാലം മാറി നിൽക്കാനൊരു സ്ഥലം വേണ്ടേ? പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം. അതിലൊരു വിഷമവും വേണ്ട. അമ്മുവിന്റെ പ്രായവും പിന്നെ സൗന്ദര്യവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വിശ്വാസമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവിടാൻ എനിക്ക് കഴിയില്ല. എവിടെയും ചൂഷണമല്ലേ. ഞാനിതൊക്കെ ആദ്യമേ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ അനിയത്തിക്കുട്ടിയെ പോലെ കരുതി വിശ്വാസമുള്ള ഒരു സ്ഥലത്തെ ജോലിക്ക് ശ്രമിക്കാവൂന്ന്.
എത്ര വിശ്വാസമാണെങ്കിലും ആളുകളെ ചൂഴ്ന്നു നോക്കാൻ പറ്റൂ. ഉടനെ വല്ല വിവരവും കിട്ടുമോ സിസ്റ്റർ? എന്താ അമ്മൂന് അവിടെ നിന്ന് ഇറങ്ങാൻ തിടുക്കമായോ? കല്യാണ ദിവസം എടുക്കുമ്പോ ഒന്നും പറയാതെ ഇറങ്ങിപ്പോകുന്നത് ശരിയല്ലല്ലോ. അവർക്ക് അതൊരു ലക്ഷണക്കേടായി തോന്നും. അതോർത്ത് പറഞ്ഞതാ.